ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് എൻ്റെ പെരുന്നാൾ ആശംസകൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ചെറിയൊരു ബിരിയാണി, അതും ആമ്പൂർ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ പെരുന്നാൾ ആശംസകൾ പറയുന്നു. അപ്പൊ നമ്മുടെ ബിരിയാണി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ബിരിയാണി ചെയ്യാനായിട്ട് ഞാൻ ഒരു 4 ഓണിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, പിന്നെ കാശ്മീരി ചില്ലി ഞാൻ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഹോട്ട് വാട്ടറിലിട്ട് വെച്ചിരിക്കുവാണ്. പിന്നെ കുറച്ച് പട്ട, ഏലയ്ക്ക, ബേ ലീഫ്, പിന്നെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ, 1 kg റൈസിന് 1 kg ചിക്കൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊത്തമല്ലിയും പിന്നെ പുതിനയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ ഇതിന് ആവശ്യമുള്ള തൈരും എടുത്തു വെക്കുക. ഇപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഇതിന് ആവശ്യത്തിനുള്ള ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം തന്നെ പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ മസാലകളൊന്നുമില്ല, ഈ മസാല മാത്രമേ ഉള്ളൂ. അപ്പം പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ബേ ലീഫ് ഇത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഓണിയൻ സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ പുതിനയും കൊത്തമല്ലിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതായിട്ട് ഇച്ചിരി കൂടുതലിരിക്കണം, അപ്പോഴാണ് നല്ലൊരു മണവും ആ ടേസ്റ്റും ഒക്കെ കിട്ടുക. പിന്നെ തക്കാളിയും പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 1 kg ചിക്കൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 തവി തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈര് ഇച്ചിരി കൂടുതൽ നിൽക്കണേ. ഇപ്പം നോക്കിയാൽ തൈരിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഇനി അതിലോട്ട് നമ്മുടെ കാശ്മീരി ചില്ലി ഹോട്ട് വാട്ടറിൽ ഇട്ട് വെച്ചത് ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ആ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ചില്ലി പൗഡർ അല്ല ഇട്ട് കൊടുക്കുന്നത്, ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചില്ലിയുടെ ഏരിയയുടെ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പിന്നെ ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ടായിരുന്നു റൈസ്. ജീര സാമ്പാർ റൈസാണ് ഇതിന് വേണ്ടത് ആമ്പൂർ ബിരിയാണിക്ക്. അതിപ്പം ഞാൻ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ലൈമിൻ്റെ ജ്യൂസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ഹോട്ട് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. നോർമൽ വാട്ടർ ഒഴിക്കരുത്, ഹോട്ട് വാട്ടർ ഒഴിക്കണം. അപ്പം നല്ലതായിട്ട് അതിന് ആ വേവ് കറക്റ്റായിട്ടിരിക്കും. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുവാണ്. ഇതുപോലെ അരി മേലെ വന്ന് കഴിയുമ്പോഴേ ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കാവുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം കുക്കറിൻ്റെ വിസിൽ വന്നു. ഞാനിപ്പോൾ ഇതേ ബിരിയാണി വെളിയിൽ എടുത്തിട്ടുണ്ട്. കണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഫ്രൂട്ട് സലാഡാണ് സ്വീറ്റായിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഫ്രൂട്ട്സ് അതിനാവശ്യമുള്ള ഒരു 3 സ്പൂൺ ഷുഗർ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലെമൺ മിക്സ് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ ഹണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഫ്രൂട്ട്സിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റേർഡ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് കസ്റ്റേർഡ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കി വെച്ച് ഞാൻ മിക്സ് ചെയ്യത്തില്ല. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തുള്ളൂ. കാരണം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ അത് വേസ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയാണ് ഞാൻ വെക്കുന്നത്. ഇപ്പം ഞാൻ ഗ്ലാസ്സിലോട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഈ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ കുറച്ച് ജെല്ലി ഇട്ട് കൊടുക്കുകയാണ്. ജെല്ലിയുടെ റെസിപ്പി വേണ്ടവർ ഇതിന് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ, ഞാൻ ചെയ്ത് കാണിക്കാം. ഇത് ജെല്ലി വെച്ച് ഞാൻ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തതാണ്. എല്ലാവരും ഫ്രൂട്ട്സ് ഇതുപോലെ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ലൈം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ലൈമും ഹണി ഇടുന്നത് നല്ലതാണ്. നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നു. ഇപ്പം നോക്കിയാൽ നമ്മുടെ കസ്റ്റേർഡ് റെഡി. ഇപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആമ്പൂർ സ്റ്റൈലിലെ ചിക്കൻ ബിരിയാണി. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതിന് കൂടെ സാലഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട് സലാഡും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക പെരുന്നാളിനുള്ള സ്പെഷ്യൽ ഇതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.